എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം കറീസ്ന്ന് വിളിക്കുകയും പാക്കിന്ന് വിളിക്കുകയും ചെയ്യുകയും വിളി കേൾക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ പിള്ളേരാണ്. ഇപ്പോൾ ഇവർക്ക് ഇന്ത്യൻസിനെ അറിയാവുന്ന സ്കാമേഴ്സാണ്. നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്, കമ്പ്യൂട്ടറിനകത്തും ഫോണിനകത്തും നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്. ഇന്നിപ്പോൾ ഇത് പെരുന്നാളും ഗാനമേളകളും ഓണാഘോഷവും മാത്രമായിട്ടല്ല നടത്തപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇതൊരു വലിയ ഷോയാണ്. ഈ മതം എന്ന് പറഞ്ഞ ഭാരക്കെട്ട് ഇവർ കളഞ്ഞിട്ട് കാലങ്ങളായി. അവിടെ ആരെയും വിളിച്ചിട്ട് ദേ കർത്താവ് പള്ളിയിരിക്കുന്നു, ഓടിവാ, അല്ലെങ്കിൽ ഞങ്ങളുടെ പെരുന്നാളാണ്, നിങ്ങളെല്ലാവരും കയറി പള്ളിക്കകത്ത് കയറിയിരിക്കും. കാരണം നമ്മുടെ തലമുറയെ ആൾക്കാർ കാണുന്ന മൊത്തം എച്ചികൾ എന്നാണ്. എച്ചികൾ ഷോ എന്ന് പറഞ്ഞ സാധനം ഇവരാണ് കണ്ടുപിടിച്ചത്. ഷോ കാണിക്കാനുള്ള ഒരു സ്ഥലവും കളയത്തില്ല. ഞാൻ സുന്ദരി, എൻ്റെ മുഴുപ്പുകൾ, എൻ്റെ കൊഴുപ്പുകൾ എന്നെ കാണും. ഹണിറോസിനെ കൊണ്ടിരുന്നു, പിന്നെ റിമിറ്റോമിയെ കൊണ്ടിരുന്നു, മറ്റവരെ കൊണ്ടുവന്ന് മറിച്ചവരെ കൊണ്ടുവന്ന്, അതായത് മുഴുപ്പുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് കുറേ ഷോ കാണിച്ചിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ അല്പം നീളം കൂടി പോകുന്നതുകൊണ്ടാണ് രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ദയവ് ചെയ്ത് അറിയാൻ വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിയണം. കാരണം നാട്ടിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരുടെ മൊത്തം വിചാരം ഇവിടെ വന്ന മലയാളികൾ മുഴുവൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് മതവിശ്വാസമില്ല, അപ്പോൾ അവർ മതവിശ്വാസത്തിനകത്ത് വരുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു ഇത് ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തോടെ ആൾക്കാരെ ഇവർ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും ഇവിടുത്തുകാർക്ക് അറിയത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാരണം ഇവിടുത്തുകാർക്ക് അറിയത്തില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പാർട്ടിനകത്ത് അത്രയത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പം ഇന്ത്യൻസ് എന്ന് ഇവർക്ക് ഉപകാരമുള്ള ജനത തന്നെയായിരുന്നു. ഇവരുടെ മെഡിക്കൽ ഫീൽഡ് എന്നും, അതായത് 30 മുതൽ 1930 മുതൽ നോക്കണേ, അന്ന് മുതൽ ഇവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ട്. മലയാളികളായിരുന്നവരുണ്ട്, തമിഴൻസ് ഉണ്ട്, ആന്ധ്രയിഡ്സ് ഉണ്ട്, ബംഗാളികളുണ്ട്. ഒത്തിരിയേറെ സ്ഥലത്തുനിന്ന് ഒത്തിരിയേറെ ആളുകൾ ഇവിടെ വന്ന് ഒത്തിരിയേറെ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ഫീൽഡ് പ്രത്യേകിച്ച്. ഇവിടുത്തെ ഒരു രീതി വെച്ച് അങ്ങനെ എന്നും ഇവരുടെ ഒരു ഡോക്ടർ എന്നാണ് ഇവരെപ്പോഴും ചിന്തിക്കുന്നത്. ഇന്ത്യൻസ് ആണോ അത് ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ നേഴ്സായിരിക്കും. ഇതാണ് ഇവരുടെ തലയിരിക്കുന്നത്. ഭൂരിഭാഗം പേർക്ക് നേഴ്സ് ഉള്ളതിനേക്കാളും കൂടുതൽ ഡോക്ടർമാരായിട്ട് തന്നെയാണ് ആണുങ്ങളെയൊക്കെ അറിയുന്നത്. അപ്പോൾ ഇവർക്ക് പുതിയതല്ലാത്ത ഒരറിവാണ് ഇന്ത്യൻ എന്ന് പറയുന്നത്. അവരുടെ ഇന്നും അവരുടെ കൾച്ചറിനകത്ത് ഉണ്ടായിരുന്നതാണ് ഇന്ത്യൻസ്. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് സഡൻലി ഇന്ത്യൻസിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു? ആ പഴയ തലമുറയ്ക്ക് തന്നെ ഇന്ത്യൻസിനെ അറിയത്തില്ലേ? അതോ പെട്ടെന്ന് ഒരു മറന്നുപോയതല്ല. പഴയ തലമുറയല്ല നിങ്ങളുടെ അടിപിടിക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ ആക്രമണങ്ങൾ, അയർലൻഡിലെ ആക്രമണം ആയിക്കോട്ടെ, ഇവിടെ UK കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം, കഴിഞ്ഞ വർഷവും റയോട്ടുകൾ ഉണ്ടാകാൻ ശ്രമിച്ചു. പോലീസും ജനങ്ങളെല്ലാവരും കൂടി അതിനെ പരാജയപ്പെടുത്തി. അവിടെ ഉണ്ടായ അതിനകത്ത് മുദ്രാവാക്യം വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആൾക്കാർ, ബാർബർ ഷോപ്പിൽ കയറി തല്ലിപ്പൊളിക്കാൻ ശ്രമിച്ച ആൾക്കാർ, ടർബൻ കെട്ടി തലക്കെട്ടുകൾ കെട്ടിയ ആൾക്കാർക്കെതിരെ ബസ്സിൽ വെച്ച് ആക്രോശിക്കുകയും ട്യൂബ് സ്റ്റേഷനുകളിൽ വെച്ച് തെറി വിളിക്കുകയും ചെയ്ത ആൾക്കാർ. ഇതെല്ലാം നിങ്ങൾ കണ്ട ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് നിങ്ങളൊരു 10-50 വയസ്സുള്ളൊരു മനുഷ്യനെ കണ്ടോ, അല്ലെങ്കിൽ 10-90 വയസ്സുള്ളൊരു അമ്മച്ചിയെ കണ്ടോ? ഇല്ല. അവരല്ല നിങ്ങളെ ആക്രമിക്കുന്നത്, അവരല്ല നിങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യുന്നത്, അവരല്ല നിങ്ങളോട് വർത്തമാനം പറയാനും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ ഈ ആക്രോശവും ഈ പറഞ്ഞ അമർഷവും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ. അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, എനിക്കും മനസ്സിലാകുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഉത്തരം സെയിം തന്നെയാണ്. അവർക്ക് നിങ്ങളിവിടം വിട്ട് പോവുകയാണ് വേണ്ടത്, അതോ അവർ വേറെന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണെന്നുള്ളത് സംഭവം. ഈ ആക്രോശങ്ങൾക്കിടെ മുങ്ങിപ്പോവാണ്. അവരുടെ ഭാഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ക്ലിയറായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല. ഇനി എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതൽ അയർലൻഡിനകത്ത് ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് പടർന്ന് പിടിച്ചിട്ട് ഈ ആക്രമണം ഉണ്ടാകുക, കൊച്ചിനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ട് കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ച കഥയൊക്കെ നമ്മൾ കേട്ടു, മലയാളി കൊച്ചിനെ. ഇവിടെ എല്ലാം ഉണ്ടായ സംഭവങ്ങൾക്കകത്ത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് കാണേണ്ടത് ഒരു 15 മുതൽ ഒരു 22 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലെ പിള്ളേരെ ഈ പെരുമാറുന്ന മൊത്തം 15 മുതൽ 18 വരെയുള്ള വയസ്സിനടക്കുന്ന പിള്ളേരെ പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ മുമ്പിൽ ഇറങ്ങി വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുകൊണ്ട് പോകാനേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞ വാചകം ഇവിടെ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയ്ക്ക് വന്ന മിക്കവാറും പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ എന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് മുമ്പുള്ളവർക്ക് അനുഭവങ്ങൾ കുറച്ചേ കാണത്തുള്ളെങ്കിലും അവർക്ക് അനുഭവങ്ങൾ കാണുമായിരിക്കാം, അല്ലെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായി. കഴിഞ്ഞിടയ്ക്ക് വന്ന ഭൂരിഭാഗം പേർക്ക് ഈ അനുഭവങ്ങൾ നേരിട്ട് അറിയാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്രമാത്രം യൂറോപ്യൻ യൂണിയനുള്ള പിള്ളേരുടെ അവരുടെ ആ ഫാമിലികൾക്കകത്തെ പിള്ളേരുകളും ഈ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെ കൂടി ഞങ്ങളും വെളുപ്പരാണ് എന്ന ടൈപ്പിലുള്ളൊരു പെരുമാറ്റവും ഇടപെടലും പെരുമാറാൻ ശ്രമിക്കുകയും അത്തരം ടൈപ്പുള്ള ആക്ഷൻസ് കൂടി വരികയും ചെയ്യുന്നുണ്ട്. ഇത്തരം ടൈപ്പിലുള്ള ആക്ഷൻസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരിക്കുന്ന ആ കമ്മ്യൂണിറ്റിക്കകത്ത് ആർക്കാണ് പ്രബലമായിട്ടുള്ള ഭൂരിപക്ഷമുള്ളത് അവരും തിരിച്ച് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കും. അത് നമ്മളാണോ? ജോലിക്ക് പോകുന്ന എന്നെ നിങ്ങളെയും പോലത്തെ ആൾക്കാർ ഇവർക്കെതിരെ റിയാക്ട് ചെയ്യാൻ പോയോ? എവിടെയും ഇത്തരം മറുപടികളോ ചോദ്യങ്ങളോ ഉണ്ടായോ? നിങ്ങൾക്കെതിരെ ആരെല്ലാം ആക്രോശിച്ചപ്പോൾ നിങ്ങൾ തിരിച്ച് വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇവരുടെ പുറകെ ഓടിയോ? ഇല്ല. അപ്പോൾ ഇത് ആരായിരിക്കും ഇതിനകത്ത് പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? ഭൂരിഭാഗം സ്ഥലത്ത് നമ്മുടെ കുട്ടികളാണ്, അതായത് പ്രീവിയസ് ജനറേഷൻ്റെ കുട്ടികൾ. അവരോട് ചോദിച്ചാൽ മതി അവരുടെ സ്കൂളും കോളേജും ഒക്കെ എങ്ങനെയായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം കറീസ്ന്ന് വിളിക്കുകയും പാക്കിന്ന് വിളിക്കുകയും ചെയ്യുകയും വിളി കേൾക്കപ്പെടുകയും ചെയ്തത് നമ്മുടെ പിള്ളേരാണ്, അല്ലാതെ നമ്മളല്ല. നമ്മുടെ വർക്ക് പ്ലേസിൽ ഒന്നും ആരും തെറിവിളിച്ചിട്ടില്ല. കഴിഞ്ഞ തലമുറയോട് ചോദിച്ചാൽ മതി, അവരെ ആരും വർക്ക് പ്ലേസ് തെറിവിളിക്കാറില്ല, അല്ലെ തെറിവിളിക്കാൻ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറില്ല. നമ്മളും അവിടുത്തെ ലോക്കൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. 2-3 ശേഷം ആരെങ്കിലും കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അന്നേരം സോറി പറഞ്ഞ് സംഭവം ഒഴിവാക്കി പോകും, അല്ലേ അവൻ്റെ കൊടുത്ത് ഞാൻ വർക്ക് ചെയ്ത് ആക്കിയെടുത്ത് സംഭവം അവിടെ കൊണ്ടൊക്കെ സോൾവ് ചെയ്യും. മാനേജർമാർ ഉൾപ്പെടെ ഇത് ഡീൽ ചെയ്യുന്നത് ഇങ്ങനെ. കാരണം ഈ റേസിസം കാർഡ് അല്ലെങ്കിൽ കളർ കാർഡ് എന്ന് പറയുന്ന സംഭവം ഒരു വമ്പം വള്ളിയാണ്. ആരും കഴിവുണ്ട് ഇതേ പിടിച്ച് തൂങ്ങാറില്ല.
ഇത് എസ്കലേറ്റ് ചെയ്ത് വിടത്തുമില്ല, വിട്ട് കഴിഞ്ഞാൽ കൈ നിൽക്കത്തില്ല, കയറി അങ്ങ് പൊക്കോണ്ടിരിക്കും. ഡേബർ കോട്ട് ഉൾപ്പെടെ ലോകളെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നത് അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉണ്ടാക്കിയ ഈ സംഭവം പിന്നെ ഒരു ഐറ്റം നമ്പറായി മാറി. എപ്പോഴൊക്കെ നമുക്ക് റേസിസം പറഞ്ഞാലും നമുക്ക് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥ വന്നു. അത് ഏറ്റവും കൂടുതൽ മുതലെടുത്ത ആൾക്കാർ ആഫ്രിക്കൻസാണ്. ഇതിൻ്റെ കൂടിയ വേർഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടനെ പോലത്തെ വലിയ വലിയ സിറ്റികൾക്കകത്ത് കഴിഞ്ഞാൽ അവരുടെ ഇച്ചിരി കളേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വലിയൊരു പ്രാതിനിധ്യമുണ്ട്. അവർക്ക് അവരുടെ ഗ്യാങ്ങുകളുണ്ടായി, അവർക്ക് അവരുടെ കുട്ടി ഗ്യാങ്ങുകളും അവരുടെ രക്ഷിതാക്കളും ഉണ്ടായി, അവരുടെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടായി. അങ്ങനൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ബാക്കിയുള്ള ഗ്രൂപ്പുകൾ എന്നെ അടി പിടിച്ചാലും അതിനെയൊക്കെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി പിള്ളേർ സെറ്റിൻ്റെ വലിയ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഇത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലോട്ട് അങ്ങോട്ട് പരന്ന് വന്നിട്ടിരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഓൾറെഡി പിള്ളേർക്കിടയിൽ ഇതുണ്ട്. അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ മതി. നിങ്ങളോട് ഇപ്പോൾ ഉള്ള ആൾക്കാർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിള്ളേർ സെറ്റൊക്കെ പെരുമാറുന്നത്, അതായത് ചെറിയൊരു ഇഷ്ടക്കേട് വന്നാൽ, ഒരു പിണക്കം വന്നാൽ നിങ്ങൾ ഒഴിവാക്കുവാണോ, നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ഇരുന്ന് സംസാരിച്ച് നോക്കി. ആ പിള്ളേർ പല കഥയും നിങ്ങളോട് പറയും. എൻ്റെ പിള്ളേർ പറയാറുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇത് ഒത്തിരി ഇംഗ്ലീഷ് പ്രാതിനിധ്യമുള്ള ഏരിയയാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും എൻ്റെ പിള്ളേർ പറഞ്ഞ പല കഥകളും എനിക്ക് അത്ഭുതമാണ്. സിഗരറ്റ് വലിക്കാൻ കൂട്ടത്തിൽ കൂടിയില്ല. അത് പണ്ട് ഇവിടെയുള്ള സംഭവം തന്നെയാണ്. ഒരു പരിധിയാകുമ്പോൾ പിള്ളേരൊക്കെ സിഗരറ്റ് വലിയൊക്കെ ആരംഭിക്കും, വേപ്പൊക്കെ വലിയ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ വലിയൊരു പ്രശ്നമാണിത്. അച്ഛാ എന്നെ എന്ത് ചെയ്താൽ ഫുഡ് കഴിക്കാൻ പോലും ആ ടേബിളിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ടോയ്ലറ്റിൻ്റെ സൈഡിലൊക്കെ പോയിരുന്ന ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഇത് അതെന്തുവാ അങ്ങനത്തെ പ്രശ്നം, ഞാൻ ഇടപെടണോ? അപ്പോൾ അവൾക്കറിയാം അതങ്ങനെ ഇടപെട്ട് കഴിക്കുന്നത് വേഴ്സായി പോകും. അതുകൊണ്ട് അത് വേണ്ടെന്ന് അവൾ തന്നെ പറയുന്നു. അവൾ തന്നെ വർത്താനം പറഞ്ഞ് സോൾവ് ചെയ്തോളാമെന്ന് പറയുന്നു. പക്ഷെ അവൾ പറഞ്ഞേ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് വലിക്കാത്തവർ പോലും അവരുടെ കൂട്ടത്തിൽ കൂടി ഇവളെ ഒറ്റപ്പെടുത്തുവാണ്. വലിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്, വലിക്കാത്തൊരു പോലെ ഇവിടെ ഒറ്റപ്പെടുത്തുവാണ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. ഒരു പക്ഷേ നമ്മുടെ പിള്ളേരായിരിക്കാം നമ്മളെക്കാട്ടിലും കൂടുതൽ അനുഭവിക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ. ഇനി എന്തുകൊണ്ട് ഈ പിള്ളേർ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ വസ്തു. നിങ്ങൾക്ക് എന്തുമാത്രം പിള്ളേരുടെ ലോകത്തെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പിള്ളേരുടെ ലോകത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാകും. അവർ കാണുന്നത് ഏഷ്യാനെട്ടോ മറ്റുള്ള ചാനലുകളോ തേങ്ങയോ മാങ്ങയൊന്നും അല്ല. ഈവൻ നമ്മുടെ വ്ളോഗുകൾ പോലും ഈ പിള്ളേരാരും കാണത്തില്ല. ഇവർ മെയിനായിട്ട് കാണുന്ന മൊത്തം കുറേ ഗെയിമുകളാണ്. ഗെയിം എന്താണെന്നല്ല, നമ്മുടെ കാലത്ത് പണ്ട് പ്ലേ സ്റ്റേഷനകത്ത് കളിക്കുന്ന ഗെയിമുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പി സിക്കകത്തോ മൊബൈലിനകത്തോ കളിക്കുന്ന ഏതെങ്കിലും ഒരു ഗെയിമർ ഇരുന്ന് കളിക്കുന്നു. എന്നിട്ട് ആ ഗെയിമറിനെ അങ്ങ് ഫോളോ ചെയ്താണ് ബ്ലോഗ്സ് മറ്റേത് മറിച്ചത് അങ്ങനെ കുറേയേറെ ഗെയിമുകൾ. ഇവന്മാർ ഈ ഗെയിം കളിക്കുന്ന ഇതിരുന്ന് കുത്തിയിരുന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ പിള്ളേരുടെ പരിപാടി. ഭൂരിഭാഗം ഒരു ടീനേജ് പ്രായം കഴിയുന്നിടം വരെയുള്ള ഈ പിള്ളേരുടെ മെയിൻ സീരീസ് തന്നെയാണ്. ടീനേജ് എത്തുമ്പോഴാണ് അതിനൊരു ചെറിയ കുറവ് വരുന്നത്. ഇപ്പം ഈ ഗെയിമർമാരുടെ വീഡിയോകളെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം, ഭയങ്കര കൗതുകമാണ്. ഇവന്മാർ എടുത്ത എഫ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിനേക്കാളും കൂടുതലുള്ള പ്രശ്നം പറഞ്ഞാൽ ഇവർ ഭയങ്കര എന്താ പറയുക, ഇന്ത്യ എന്താണെന്ന് അറിയത്തില്ല, പാകിസ്ഥാൻ എന്താണെന്ന് അറിയത്തില്ല, ഇന്ത്യ എന്താണെന്ന് അറിയത്തില്ല, നേപ്പാൾ എവിടെ കിടക്കുന്ന അറിയത്തില്ല. ഏതെങ്കിലും സിറ്റിയുടെ പേരൊക്കെ പറയുമ്പോൾ അതെവിടെ കിടക്കുന്നത്, അത് ലോകത്തിലെവിടെ, അത് ന്യൂയോർക്കിനടുത്താ, അയ്യോ ജോഗ്രഫിക്കിനും ഒരു ബന്ധവുമില്ല. ഇവനൊക്കെ ഒരു 10-22-25 വയസ്സുള്ള പിള്ളേരുകളല്ല, അല്ലാതെ കുഞ്ഞിപ്പിള്ളേർ എന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ചെറുതാണെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ വലിയ ടീമുകളാണ്. ഇത്തരം ഗെയിമർമാരുടെ സ്വാധീനം ഭയങ്കര കൂടുതലാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഗ്രൂപ്പിനകത്ത്. അതായത് 10, 15, 18 വയസ്സുള്ള പിള്ളേർക്കിടയിൽ ഗെയിമർമാരുടെ സ്വാധീനം ഭയങ്കര കൂടുതലാണ്. ഇതുപോലത്തെ ഒരു വലിയ ചാനലാണ് പ്യൂ ഡൈ പൈ. എനിക്കൊന്ന് ഇങ്ങനെയാണെന്ന് തോന്നുന്നത്, ഉച്ചാരണം കണ്ടു എനിക്കതില്ല. ഞാൻ കൊച്ചിനോട് ചോദിച്ചിട്ട് അവളെന്തോ പറഞ്ഞ് ഒഴിവായിപ്പോയി. പ്യൂ ഡൈ പൈ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവൻ ഒരു വമ്പൻ യൂട്യൂബ് ചാനലാണ്. ഒത്തിരിയേറെ ഇപ്പം നമ്മളൊക്കെ അങ്ങോട്ട് കണ്ടൻറ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ പൈസ തരുമോയെന്ന് ചോദിച്ചു നടക്കുമ്പം ഇവൻ്റെയൊക്കെ കണ്ടൻറ്റിന് ഇൻസ്റ്റാഗ്രാം പോലത്തെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കി കാത്തു നിൽക്കുകയാണ് അവൻ്റെ ഒരു കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടി. ട്വിച്ച് ആയിക്കോട്ടെ, എക്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ടിക്ടോക്ക് ആയിക്കോട്ടെ, ഇവൻ ചാനൽ അത് തുടങ്ങി ഇവൻ്റെ കണ്ടൻറ് ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ സോഷ്യൽ മീഡിയ കയറി അങ്ങ് പോയി കഴിഞ്ഞു. അപ്പോൾ ഓരോ വർഷം ഇവനെ ഇങ്ങോട്ട് വിളിച്ച് കോൺട്രാക്റ്റ് കൊടുക്കാൻ കാത്തിരിക്കുന്ന അത്രയും വലിയ വലിപ്പമുള്ളൊരു ഗെയിമറാണ് ഇവൻ. ലോകം മുഴുവൻ സ്വാധീനം. ചെറുപ്രായത്തിൽ ഗെയിമിംഗ് ആരംഭിച്ചു. കുറച്ച് വർഷങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ആരാധകരായി. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇവൻ്റേതാണ്. ഇവന് കഴിഞ്ഞ ഇടയ്ക്ക് ഇവരുടെ ടി സീരീസ് മ്യൂസിക് ഉണ്ട്, അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. കാരണം ആരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ പറഞ്ഞാൽ ഇവനും ആ ചാനൽ തമ്മിൽ ചെറിയ അടിയുണ്ടായെന്ന് പറഞ്ഞാൽ അവനത് അമ്മാർക്കെതിരെ കുറേ വലിയ വലിയ ഡയലോഗുകൾ അടിച്ചു. ഇവൻ്റെ സ്ഥിരം രീതി ഭയങ്കര റൂഡാണ്. ചില സമയത്ത് വർത്താനം പറയുന്നത് നമ്മുടെ തൊപ്പി പോലല്ല. എന്നാലും ഈ റാപ്പ് മ്യൂസിക്കിലൂടെയൊക്കെ പുള്ളിയുടെ കാര്യങ്ങൾ പറയുക, വർത്താനം പറയും, ഇച്ചിരി റൂഡായിട്ട് കയറിപ്പോവുക, ഇച്ചിരി കൈവിട്ട് പോയ വർത്താനങ്ങൾ പറഞ്ഞു ഒരുത്തൻ. അന്ന് ഈ പറഞ്ഞ പോലെ ഈ ടി സീരീസ് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുന്ന ബ്ലഡ് മണി കൊണ്ടാണ്, മാഫിയ ബന്ധങ്ങളാണ് മാർക്കുള്ളത്. മറ്റുള്ളവരുടെ മ്യൂസിക് കട്ടെടുത്താണ് ഇവർ മ്യൂസിക് ഉണ്ടാക്കിയത്, അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത്. ഈ മോഡൽ കുറേ ഡയലോഗ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ ടി വി അറിഞ്ഞിട്ട് പോലുമില്ല, ടി സീരീസുകാർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാണ് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് തീരുമാനമായി ടി സീരീസിലാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. ഇവന് പക്ഷേ അത് ഭയങ്കര ക്ഷീണമായിപ്പോയി. ചെറുപ്രായമായതുകൊണ്ട് ഇവനെ താങ്കൾ നടക്കുന്ന ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുഴുവൻ അത് വലിയ ക്ഷീണമായിപ്പോയി. കാരണം അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ബൂസ്റ്റയിൽ ഇന്ത്യയും കയറിപ്പോകുന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു തുകട ചാനൽ കയറിപ്പോകുന്നൊരു പ്രതീക്ഷിച്ചില്ല. അവർക്ക് ഇന്ത്യയെക്കുറിച്ചൊന്നും അറിയത്തുമില്ല.
അതിനവനൊരു താങ്ക് യു പറഞ്ഞെന്ന് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ഒക്കെ ഇറക്കി. അതിനകത്ത് അവൻ ഭയങ്കര റൂഡായിട്ട് കുറേ വൃത്തികെട്ട രീതിയിൽ ഇന്ത്യക്കാരെ ചിത്രീകരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട്. പ്രശ്നം പറ്റുമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആരാധകർക്ക്, ഈ കുഞ്ഞിപ്പിള്ളേർക്ക് മുഴുവൻ, കുപ്പിയിൽ നിറങ്ങാത്ത ഈ പിള്ളേർക്ക് മുഴുവൻ മനസ്സിലായത് ഇന്ത്യ എന്തോ ബാഡായിട്ടുള്ള സംഭവമാണെന്നാണ്. ഞാനിത് പറയാൻ കാര്യം, ഒത്തിരിയേറെ ഇംഗ്ലീഷ് ഗ്രൂപ്പിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജ് കഴിഞ്ഞ ആ ഒരു ഏജ് ഗ്രൂപ്പിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെടുത്തെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനൊരു പേര്. ഈ പറഞ്ഞ ആളുടെ സ്വാധീനം ഭയങ്കരമാണ് പിള്ളേർക്ക്. ഈ ഇന്ത്യൻസിനെതിരെ ഹെയ്റ്റ് വരാനുള്ള മെയിൻ കാരണങ്ങൾ ഒരെണ്ണം ഒരു പക്ഷേ ഇതായിരിക്കാം. പിന്നെ ഇത് പറയുന്ന 50-60 വയസ്സുള്ള ആൾക്കാരല്ല, ഇത് ടീനേജേഴ്സും യങ്സ്റ്റേഴ്സും ഉള്ള ആൾക്കാരുടെ ഒരു ചിന്താധാര എന്ന് പറഞ്ഞൊരു വ്യൂ ആണ്. അവർ പറയുന്നത് ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറേ കൂടുതലായിരുന്നു. 2024 മുതലുണ്ട്, 25 തുടങ്ങിയ മുതൽ ഭയങ്കര കൂടുതലായിരുന്നു. ഇന്ത്യൻസ് സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് അവർ മോശമായിട്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവരെല്ലാം കുറുക്ക് വഴി കൂടെ ഷോർട്ട് കട്ടിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊരു ഇമേജ് ഈ ഗെയിമർമാർക്കിടയിൽ, അല്ലെ അവരെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ സ്വാധീനിക്കപ്പെടുന്ന ഏജ് ഗ്രൂപ്പിനിടെ കൂടി വന്നു. അതുകൊണ്ട് തന്നെ ഇവരൊരു മേജർ ഫാക്ടറാണ്. ഞാൻ ഈ ആളെ പേഴ്സണലി പറയുമല്ല, ഗെയിമർ എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം പിള്ളേർ ഇന്ന് നയിക്കപ്പെടുന്ന മൊത്തം ഈ ഗെയിമർമാരുടെയും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ഒരു സ്വാധീനത്തിലാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ അവരെന്ത് പറയുന്നു അതിലെന്തെങ്കിലും കാര്യമില്ലാതില്ലായിരിക്കും എന്നുള്ള മോഡലിൽ ഈ പിള്ളേർ ചിന്തിച്ചു പോകും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും യങ്സ്റ്റേഴ്സ് ഈ സംഭവത്തിന് പുറകെ, ഈ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഹെയ്റ്റ് സ്പീച്ചിൻ്റെ ഹെയ്റ്റ് അറ്റാക്കുകളുടെ പുറകെ കയറി വരാനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. 2, നിങ്ങൾ ഇവിടുത്തെ കുറച്ച് വർഷമായിട്ട് നിങ്ങളുടെ വന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ വാർഡുകൾക്ക് അതിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ ആൾക്കാർ പല ശ്രേണികൾക്കകത്ത് ജോലി ചെയ്യുന്നുണ്ട്. പ്രൊഫൈൽ ജോബുണ്ട്, ഹൈ പ്രൊഫൈൽ ജോബുണ്ട്, ലോവർ പ്രൊഫൈൽ ജോബുണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ എത്ര ലോ പ്രൊഫൈൽ ജോലി ചെയ്യുന്ന നമ്മുടെ ലോക്കൽ ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ മിക്കവാറും പേരും ഒരുമാതിരി പ്രൊഫൈൽ ജോബിലായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഡിഗ്രിയിലും കാണും. അത് നമ്മുടെ നാടിൻ്റെ ഈ പഠിപ്പീരിൻ്റെ ഗുണം കൊണ്ടാണ്. കാശ് കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിക്കുകയാണല്ലോ. ഇവിടെ കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം പഠിക്കാൻ, അല്ലാതെ അപ്പനമ്മ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ആൾക്കാർക്ക് ഒരു പരിധി വരെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ കുറച്ച് കാലം എടുത്ത് ചിലപ്പോൾ 40 വയസ്സിലൊക്കെ പോയി മാസ്റ്റേഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമ്മുടെ ഇവിടുത്തെ ബിരുദന്മാർ ഭൂരിഭാഗം പേര് മാസ്റ്റേഴ്സൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഈ വരുന്നത്. സ്വാഭാവികമായിട്ടും വന്ന് കയറി തുടക്കത്തിൽ ചെറിയ ജോലി കയറിയെന്ന് പറഞ്ഞാലും അധികം താമസിച്ചത് എന്തെങ്കിലും മാർഗ്ഗത്തിൽ കൂടെ ഒരു 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഇവർ നല്ലൊരു പ്രൊഫൈൽ ജോലിയോട്ട് കയറി. പ്രൊഫൈൽ ജോബിന് വരുന്ന ആൾക്കാർ, ഇപ്പോൾ നേഴ്സിംഗ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഇത് മുഴുവൻ ഫോറിനേഴ്സാണ്. ഇവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേരുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഈ പറഞ്ഞ ജോബുകൾക്ക് അതിൽ വരുന്നത്. IT പോലും വളരെ കുറച്ചേ ഉള്ളൂ. ഭൂരിഭാഗം പേരും ചൈനയിൽ നിന്ന് വരുന്ന പിള്ളേരുകളാണ്, ഫിലിപ്പീൻസിൽ നിന്ന് വരുന്ന ഒത്തിരിയുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് സ്വന്തം കട്ടയുണ്ട്, അക്കൗണ്ടൻറ്റുകൾ. ചൈനയാണ് ഭൂരിഭാഗം. ഇങ്ങനൊരു സ്ഥലത്തു നിന്ന് പ്രൊഫൈൽ ജോബുകൾ ഇവരുടെ സ്വന്തം നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിറ്റിക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഫില്ല് ചെയ്യാൻ ഇതിനെക്കാട്ടിലും പൈസ കുറച്ച് വെളിയിൽ നിന്ന് ആൾ വരുവാണ്. എനിവേ, ഇങ്ങനൊരു സ്ഥലത്ത് അവരുടെ ആ മുമ്പത്തെ ജനറേഷൻ, കഴിഞ്ഞ ജനറേഷൻ ചിന്തിക്കുന്ന മൊത്തം കുഴപ്പമില്ല, എൻ്റെ മോൻ ഇത് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും. ആ വേറെ ജോലിയും പൊയ്ക്കൊണ്ടിരിക്കുക. ലോ പ്രൊഫൈൽ ജോലിയും നമ്മുടെ ആൾക്കാർ പിന്നെ വേറെ വഴിക്ക് ബിസിനസ്സായിട്ട് മറ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നത് ഈ വെളിയിൽ നിന്ന് വരുന്ന മൈഗ്രൻ്റ് കാരണമാണ് എന്നൊരു ചിന്ത വീടുകൾക്കകത്ത് ചർച്ചയ്ക്കകത്ത് വന്നു തുടങ്ങി. ഗ്രാൻഡ് പാസ് വർത്താനം പറഞ്ഞു തുടങ്ങി. ഡൗട്ട് പിന്നെ നമ്മുടെ ജനറേഷൻ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങി. അതിനുശേഷം അവരെ കേട്ടുകൊണ്ടിരുന്ന പിള്ളേരുടെ തലയിൽ കയറി തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ വന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലിയില്ലാത്തത്. എൻ്റെ ചേട്ടൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത ഇതുകൊണ്ടാണ്, അല്ലാതെ അവന് 60% 70% മാർക്കുള്ളതുകൊണ്ടല്ല. അവനേക്കാളും കൂടുതൽ സ്കോർ ചെയ്ത് 90% മാർക്കാർ വേറെ നിൽക്കുന്നു, ഫോറിനർ. അവൾക്ക് ജോലി കിട്ടി, പക്ഷേ അവൾ പഠിച്ചിട്ട് കിട്ടിയതല്ല എൻ്റെ ഉത്തരം. അവളവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ചെറുക്കിന് കിട്ടിയേനെ. പറഞ്ഞ പോയിന്റ് പിടി കിട്ടുമോ? ഇങ്ങനൊരു വാചകം കയറി വരുന്നുണ്ട്. അതിപ്പോൾ ഈ നോർമൽ വർത്തമാനം പറഞ്ഞ ആൾക്കാരുടെ നിന്ന് എനിക്ക് ആ വാചകം കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ബ്രോ പണ്ട് എന്ന്. അതിനവർ പറഞ്ഞ വേറൊരു റീസണാണ്. 1 ഇത്, 2 ഓവർ ടൈമുകളുടെ കേസിട്ട് നമ്മൾ പലപ്പോഴും മീഡിയകൾക്കകത്ത് കാണുന്നതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടതാണ് 2 ചേച്ചിമാർ തമ്മിൽ വാർഡ് മാനേജറെ മുമ്പിൽ കിടന്ന് ഓവർ ടൈം, സൺഡേ നൈറ്റ് ഇതിന് ഓവർ ടൈം, NHS ഓവർ ടൈം കിട്ടുമായിരുന്നു. ആ ഓവർ ടൈം എടുക്കുന്ന ഷിഫ്റ്റിന് വേണ്ടി പരസ്പരം ചീത്ത വിളിച്ച് തല്ലി പിടിച്ച അവസരം മുടിക്ക് കുത്തി പിടിച്ച് ഇടിച്ചു തുടങ്ങിയ വാചകം. ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും പണ്ട് ഇത് ഇത്രയൊന്നും കയ്യാങ്കളിലോട്ട് എത്തിയില്ലെങ്കിലും ഇതൊക്കെ പണ്ട് ഉള്ളതാണ്. ഈ കുടിവെപ്പും കുത്തിപ്പക്കും വൈരവും പകയൊക്കെ ഈ പറഞ്ഞ ടീമുകൾക്കിടെ പണ്ട് ഉള്ളതാണ്. കാരണം എക്സ്ട്രാ പൈസ കിട്ടുന്ന ഷിഫ്റ്റ് മൊത്തം ഇൻചാർജുകളുടെ മണി അടിച്ചും കൈമണി അടിച്ചും ഇവർ കൊണ്ടുപോകും നമ്മുടെ ആൾക്കാർ. കാരണം നമ്മുടെ ആൾക്കാർ തന്നെ ഇൻചാർജ്. ഓട്ടോമാറ്റിക്കായിട്ടും താഴെ വരുന്ന മലയാളി അവൻ്റെ വീട്ടിൽ 2ാമത്തെ കൊച്ചുണ്ടായുള്ളൂ, 3ാമത്തെ കൊച്ചുണ്ടായുള്ളൂ, ആ പോട്ടെ എന്നുള്ള മോഡൽ ഈ കളി കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് കലിപ്പ് നോക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരിത്രയും കഷ്ടപ്പെട്ടു, ഇവരൊക്കെ ഒരേപോലെ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഓവർ ടൈം നോക്കുമ്പോൾ ഓവർ ടൈം ഇല്ല, പൈസ കിട്ടാനുള്ളൊരു മാർഗ്ഗം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മറ്റുള്ള ആൾക്കാർ ഇവിടെ കയറി നിൽക്കുന്ന കാരണം. ഇതും വർക്കിനോട് ബന്ധപ്പെട്ടുള്ള ഒരു കാരണമാണ്. പിന്നൊരു സംഭവമാണ് ഈ പറഞ്ഞ ജോലികൾക്കകത്ത് പ്രൊമോഷൻ്റെ സാധ്യതകൾ. പ്രൊമോഷൻ എപ്പോഴും കൂടുതൽ വർക്ക് ചെയ്യുകയും കൂടുതൽ പഠിക്കുകയും അവിടെ എക്സൽ ചെയ്തതായിട്ട് കാണിക്കുന്ന ആൾക്കാർക്കല്ലേ പ്രൊമോഷൻ കിട്ടുന്നത്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെപ്പോഴും വീക്ക് ഡേയ്സിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യും. വർക്ക് ലൈഫ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. വീക്ക് ഡേയ്സിൽ വർക്ക് ചെയ്യുകയും വീക്കെൻഡിൽ ഓഫ് എടുക്കുകയും ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം. ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഇവരിത് എഗ്രി ചെയ്തിട്ട് കോൺട്രാക്റ്റിനകത്ത് എഗ്രി, ഓക്കെ ഒരു വീക്കെൻഡ് ഞാൻ വർക്ക് ചെയ്തേക്കാം, അടുത്ത വീക്കെൻഡ് എനിക്ക് ഓഫ് വേണം.
ഇത് സാർവലൗകികമായിട്ട് അംഗീകരിക്കപ്പെട്ടൊരു തത്വമാണ്. നമ്മുടെ ആൾക്കാർക്ക് ഇവരുടെ ആൾക്കാർക്കും എല്ലാം സെയിമാണ്. നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീക്കെൻഡും പ്രശ്നങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. എന്ത് കിട്ടിയാലും ഒരു വർക്ക് ചെയ്യും. വീക്കെൻഡ് കൂടുതൽ കാശ് കിട്ടുമെങ്കിൽ വീക്കെൻഡ് തന്നെ വർക്ക് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? സ്വാഭാവികമായിട്ട് ആദ്യത്തെ കാലത്ത് ഇവർക്ക് അതിനകത്ത് യുക്തി പിടിയിട്ടില്ല. ഇവർ ഇത് പുതുതായിട്ട് പറഞ്ഞ സിമിക്കും മായയ്ക്കും ദിവ്യയ്ക്കും ഇഷ്ടമാണ് വീക്കെൻഡ് ചെയ്യാൻ. എൻ്റെ മോളെ ഞാൻ നീയുമായിട്ട് സ്വാപ്പ് ചെയ്യട്ടെ. സ്വാപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പണ്ട്, പക്ഷേ സ്വാപ്പ് ചെയ്യാൻ അനുവാദം കൊടുക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാപ്പ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ സ്വസ്ഥമായിട്ട് വീക്കെൻഡ് വീട്ടുകാരുടെ കൊടുത്തിരിക്കുക, ഫാമിലിയോട് കൊടുത്ത് സ്പെൻഡ് ചെയ്യാം, എനിക്ക് എൻ്റെ മകളുടെ കൊടുത്ത് സമയം സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ബേസിക്കലി ഇവിടെ സംഭവിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രൊമോഷൻ്റെ സമയമാകുമ്പോൾ ഇത്തരം എല്ലാ എക്സ്ട്രാ വർക്കുകളും, അതായത് കൂടുതൽ ഇൻപുട്ട് കൊടുക്കുകയും കൂടുതൽ കെയർ ചെയ്യുകയും കൂടുതൽ വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരാരാ? ഫോറിനർ കമ്മ്യൂണിറ്റി. എക്സാംസ് റെഡി ആയിട്ട് വന്ന ആൾക്കാരാണ് ഫോറിനർ കമ്മ്യൂണിറ്റി. എന്ത് മണിയടിച്ചാലും ഇവരുടെ ഗ്രൂപ്പ് വീണ്ടും വീണ്ടും പ്രൊമോഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു ലെവലിൽ ജോബിലോട്ട് കയറാൻ പറ്റുന്നില്ല. പ്രൊഫൈൽ ജോബുകൾക്കകത്ത് കയറുന്നത് തന്നെ ചുരുക്കമായി. അതിനകത്ത് അവിടെയുള്ള പ്രൊമോഷനും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതും വർക്കിനെ റിലേറ്റ് ചെയ്തിട്ട് വീടുകൾക്കകത്ത്, ഇവിടുത്തെ ലോക്കൽ വീടുകൾക്കകത്ത് നമുക്കെതിരെ വികാരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒരെണ്ണമാണ്. വേറൊരു സംഭവമാണ് പുതുതായിട്ട് വന്നത്. അത് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ആൾക്കാരെ കുറിച്ച് എടുത്തു പറയുന്നത്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ആരെങ്കിലും, ഈവൻ ഫോറിനേഴ്സ് ആണെങ്കിൽ പോലും, നമ്മുടെ രാജ്യക്കാരല്ല, ഫിലിപ്പീനുകളായിക്കോട്ടെ കറമ്പയായിക്കോട്ടെ, അവരാരെങ്കിലും നമ്മോട് പറയും, എടാ അത് നീ ഞാൻ വന്ന് അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നില്ലേ, അപ്പോൾ അതിന് കുറച്ച് മണമൊക്കെ ഇല്ലേ, ബെറ്റർ നീ ഒന്നുകിൽ എല്ലാവരും കഴിഞ്ഞിട്ട് വാ, അല്ലെങ്കിൽ നീ എല്ലാവരെക്കാളും മുമ്പ് നീ ബ്രേക്കിന് പോകും. നമ്മളെ വിഷമിപ്പിക്കാതെ തന്നെ ഇത് പറയാൻ രീതി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരെക്കാളും മുമ്പ് ബ്രേക്കിന് പോകും. നമുക്ക് ചോറും കറിയോ ഉള്ളെങ്കിൽ ബ്രേക്കിന് പോകുമ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എല്ലാം അവിടെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെല്ലാവരുടെയും കൂടെ ഇരുന്ന് മീൻകറി കഴിക്കുകയും സാമ്പാർ കഴിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പം. നമുക്കും പതുക്കെ മനസ്സിലാവും, ഒതിച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഓക്കെ, ഈ പരിപാടി നമ്മൾ നിർത്തി, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഫുഡിലേക്ക് മാറി, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന കറികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് നമ്മൾ കൊണ്ടുവരാമെന്നുള്ളൂ എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കുന്നു. അപ്പം നമ്മളെന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന്, ഈ ഒരു 60 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 4 പേരിൽ 5 പേരേ ഉള്ളൂ നമ്മുടെ ആൾക്കാർ. മറ്റുള്ള ഫോറിനേഴ്സും ഇങ്ങനെ തന്നെയാണ്. മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവരത്തില്ല. പിന്നെ ആൾക്കാരുടെ പെരുമാറുന്നത്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് പോയിരിക്കുന്നു. ആൾക്കാർ അവിടെ നിന്ന് എല്ലാവരും സിഗരറ്റ് പഠിക്കുന്നു, വർത്തമാനം പറഞ്ഞു, ചിരിക്കുന്നു, കളിക്കുന്നു, പല വിശേഷങ്ങൾ ചോദിക്കുന്നു, നമ്മൾ നമ്മുടെ വിശേഷങ്ങൾ പറയുന്നു. ഇത് നമുക്ക് വേണേലും വേണ്ടെങ്കിലും അതിനോട് നമ്മൾ അഡാപ്റ്റ് ആയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ അതിനകത്ത് ആകെ 10 അല്ലെങ്കിൽ 12 പേര് ബ്രേക്കിന് വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ 1-2 പേരെ നമ്മൾ കൊടുത്തിരിപ്പുള്ളൂ. നമ്മൾ മാത്രം മിണ്ടാതെ ഒരു ഫോണിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു പരിപാടി അന്നില്ല. നമ്മൾ അവരുടെ കൂടെ കൂടും, ചിരിക്കും, കളിക്കും. നമുക്കങ്ങനെ വലിയൊരു എക്സ്ട്രോവേർട്ടായിട്ട് നിൽക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ മിണ്ടത്തുള്ളായിരിക്കും. അവർക്കും അറിയാം അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന്. അവർ നമ്മൾ നിർബന്ധിക്കത്തൊന്നുമില്ല, എന്നാലും അവർ നമ്മളെ കൂട്ടി വർത്തമാനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ കുറച്ചിടക്കായിട്ട് വന്നിരിക്കുന്ന പ്രശ്നം പറയാം. നിങ്ങളൊരു വർക്ക് പ്ലേസ് ചെല്ലുന്നു, ഈ പറഞ്ഞ 12 പേര് ബ്രേക്കിൽ വന്നിരിക്കുന്നു, ഒരു ഷിഫ്റ്റിനകത്ത് 12 പേര് ബ്രേക്കിൽ വന്നിരിക്കുന്നു. അതിനകത്ത് എങ്ങനെ കളിച്ചിട്ട് 4-5 പേരിൽ 4 പേരിൽ മിനിമം മലയാളി കാണും, അല്ലെങ്കിൽ ഇന്ത്യൻസ് കാണും. നമ്മൾ നമ്മുടെ കുറേ സിനിമകളായി, നമ്മുടെ ചർച്ചകളായി, നമ്മുടെ കുറച്ച് ഫുഡും സ്നാക്സും അങ്ങോട്ടും ഷെയർ ചെയ്തായി ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കും. മറ്റവർ വർത്തമാനം പറഞ്ഞ് ഇടപെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടിട്ട് ഇടപെടുന്നില്ല. നമ്മൾ പോയി എന്ന് പറയുന്നതല്ലാതെ ഒരു ആത്മാർത്ഥമായിട്ട് ഇടപെടലില്ല. അവരെ നമ്മുടെ കൂടെ കൂടുന്നില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു സിഗരറ്റ് പഠിച്ചിട്ട് വരാം, നീ ഒന്ന് പോയിത്താ എന്ന് പറഞ്ഞാണ് നമ്മുടെ ആൾക്കാർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി. ഇനി ഒറ്റയായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവരുടെ മെയിൻ പരിപാടി എന്നാ അറിയോ, കൈ വന്നാൽ അന്നേരം നാട്ടിലോട്ടൊരു ഫോൺ വിളി അങ്ങ് ആരംഭിക്കും. ഒരു ഫോണും വിളിച്ച് ഇവർ ആ ബ്രേക്ക് അങ്ങ് തീർക്കും. മറ്റുള്ളവരോട് മിങ്കിളി കേട്ടൊന്നുമില്ല. ഒരു മാനേജർ കയറി വന്നാൽ പോലെ, അത് ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ വർക്ക് പ്ലേസുകളൊക്കെ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ആളെ കയറി വരുമ്പോൾ ഗ്രീറ്റ് ചെയ്യും. ആ ഗ്രീറ്റ് ചെയ്യുമ്പോൾ മുഖത്തൊരു ചിരി വരുത്തി, ഇതെന്തോന്ന് ഇരിച്ചിട്ട് വരും, ഗുഡ് മോർണിംഗ്, നിന്നെയായിട്ട് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോട്ടെ, അടിമയായിട്ട് കൊണ്ട് വെച്ചവരുണ്ടല്ലോ, നിന്നെ ആരും നിർബന്ധിച്ചോട്ടെ ജോലിക്ക് വരാൻ എന്ന് ഞാൻ ഇവിടുത്തെ എൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. അതാണ് പുതിയ തലമുറ വന്നൊരു മാറ്റം. കാരണം ഇതിപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുതലാണേ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പെരുമാറുന്നതാണ് ഇവർ കാണുന്നത്. അതിനൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഞാൻ പെരുമാറിയ തന്നെ കുഴപ്പം. ഈ ഒരു ആംഗിളിലോട്ട് കാര്യങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മൂന്നാമത്തെ കാരണം, ഇത് ഇച്ചിരി ഓൾഡ് ജനറേഷൻ്റെ നെയ്ക്ക് കിട്ടുക. അത് നമ്മുടെ ഏജ് ഗ്രൂപ്പ്, ഞങ്ങൾ ഇച്ചിരി ഓൾഡ് ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. 40 പറയുന്നത് ഓൾഡ് ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. ഞങ്ങളുടെ ജനറേഷനകത്താണ് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം പറഞ്ഞത്. അത് എൻ്റെ ഏജ് ഗ്രൂപ്പുള്ള ഒരു ഇംഗ്ലീഷുകാരോട് സംസാരിച്ച് കഴിയുമ്പം അവർക്ക് ഇന്ത്യൻസിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, പണ്ട് നൈജീരിയൻസ് ആയിരുന്നു ഈ പേരിൽ അറിയപ്പെട്ടിട്ടത്. ഇപ്പോൾ ഇവർക്ക് ഇന്ത്യൻസിനെ അറിയാവുന്ന സ്കാമേഴ്സാണ്. നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്, കമ്പ്യൂട്ടറിനകത്ത് ഫോണിനകത്ത് നിങ്ങൾക്ക് ഭയങ്കര കഴിവാണ്. പണ്ട് ഇതൊരു അപ്രിഷ്യേറ്റിംഗ് ആയിട്ടുള്ള പോയിൻ്റായിട്ടാണ് പറഞ്ഞുകൊണ്ടത്. ഇപ്പോൾ ഇവർക്കത് പേടിയാണ്. നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളെപ്പോലും ഇവർക്ക് പേടിയാണ്. എങ്ങനെ ഇവരുടെ ഡേറ്റ ചൂടുന്നവർക്ക് അറിയത്തില്ല. കാരണം ഇവരുടെ എല്ലാം വീടുകൾക്കകത്ത് ഒന്നല്ലേ വേറൊരു അനുഭവം ഇവർക്കുണ്ട്. അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ പോയതായിട്ട് ഒരു ഫോൺ കോൾ എടുത്തിട്ട് ഇന്നടത്തുനിന്നാണ് പറഞ്ഞ് വിർച്വൽ അറസ്റ്റ് കൊണ്ടുപോയതായിട്ട്. വിർച്വൽ അറസ്റ്റ് ഇവിടെ കേൾക്കുന്നില്ല. ഇവിടെ മൊത്തം ഈ HMRC ആണ്. HMRC, ടാക്സ്, മറ്റേത് കസ്റ്റംസ്, കോപ്പെ, കുറച്ച് കാലം വിൻഡോസ് ലോക്കായി. വിൻഡോസിനകത്തുനിന്ന് ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി പൈസ വേണം. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, ഇത് കണ്ട വൈറസിൻ്റെ മെസ്സേജ് കിടന്നുണ്ട്. ഈ ടൈപ്പിൽ ഇവരുടെ പ്രായമായ മിക്കവാറും പേരുടെ
ഒത്തിരിയേറെ വർഷങ്ങളുടെ സേവിങ് ആണ് ഈ ഒരു ഫോൺ കോളിലൊക്കെ നഷ്ടപ്പെടുന്നത്. ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൻ്റെ പുറകെ പോകും, നമ്മളെപ്പോഴും മിണ്ടാതിരിക്കുന്നതിന് അന്വേഷിക്കും, പുറകെ പോയി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. സംഭവം തപ്പിയെടുത്ത് കഴിയുമ്പോഴത്തേനും പൈസ പോയിരിക്കുന്നത് ഒന്നെങ്കിൽ ബാംഗ്ലൂർ, കൽക്കട്ട, അങ്ങനത്തെ അവിടെ ഇവിടെ കുറേ സാധനങ്ങളിലേക്ക് പോയിരിക്കുന്നത് എല്ലാ ഇന്ത്യൻ സിറ്റീസ്. ഇവർക്ക് കൽക്കട്ടയും ബാംഗ്ലൂരും കന്യാകുമാരിയും ട്രിവാൻഡ്രം തമ്മിൽ ഒരു ഡിഫറൻസും അറിയത്തില്ല. ദേ ഡോണ്ട് ചെക്ക് ഇൻ ദ മാപ്പ്. അവർക്ക് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ട് അവരെന്ത് കാണിക്കാൻ പറ്റിയ അയ്യോ ഇത് എൻ്റെ മറ്റേ കൂട്ടുകാരൻ്റെ വീടിനടുത്തുള്ള സ്ഥലമാണെന്ന് തപ്പിയിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റുമോ? ഇതൊരു സ്കാമറാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഇന്ത്യയുടെ ഏത് മൂലയ്ക്ക് നിൽക്കുന്ന സ്കാമർ തന്നെയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഇന്ത്യൻസിൻ്റെ ഈ പറഞ്ഞ സ്കാമിങ് സ്കില്ലുകൾ കാരണം, അങ്ങനെ തന്നെ വേണം അതിനെ പറയാനായിട്ട്, സ്കാമിങ് സ്കില്ലുകൾ കാരണം ഇവർക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ ഹ്യൂജ് എമൗണ്ടാണ്. എമൗണ്ട് മാത്രമല്ല, ഇവരുടെ ഇമോഷണൽ ഗ്രൗണ്ടുമാണ്, ഇവരുടെ ഇമോഷണൽ ബോണ്ടിങ് ആണ്. അതെങ്ങനെയെന്ന് പറയാം. ഈ ഭൂരിഭാഗം വല്യപ്പനും വല്യമ്മയും ഇവിടെ ജീവിക്കുന്നത് അവരുടെ വീട് അവസാന കാലത്ത് വിറ്റച്ച് കെയർ ഹോമിൽ പോകാൻ വേണ്ടിയല്ല. അതൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ. ഇപ്പോൾ ഇച്ചിരി എല്ലാവർക്കും വിവരം വെച്ചു. ഇപ്പോൾ ഇവരൊരു ഇച്ചിരി പ്രായമായി അവരുടെ കാര്യങ്ങൾ നിൽക്കാതായി കഴിയുമ്പോഴത്തേക്കും മോർഗേജ് ഫ്രീ ആയിട്ടുള്ള വീടാണെങ്കിൽ ഇവർ ആ വീട് വിൽക്കും. എന്നിട്ട് 4 ബെഡ്റൂമിൻ്റെ വീട് വിൽക്കുമ്പോൾ നല്ല തുക കിട്ടും. എന്നിട്ട് ആ സംഭവം ഈ മക്കൾക്ക് വീതിച്ച് കൊടുക്കുന്ന ഒരു തുകയുണ്ട്. ശേഷം അവരുടെ ഒരു ചെറിയ ഡൗൺ സൈസ് ഒരു ചെറിയ വീട്ടിലോട്ട് മാറും. അതിന് വലിയ അതിഭീകര പൈസയൊന്നുമില്ല, ഒരു ചെറിയ വീട്ടിലോട്ട് മാറും. പക്ഷേ മക്കൾക്കപ്പോൾ അവരുടെ അഡൾട്ട്ഹുഡിൽ ഒരു വലിയ ഹെൽപ്പായിട്ടൊരു നല്ല എമൗണ്ട് കൈ കിട്ടി. ചിലപ്പോൾ അതൊരു കൊച്ചുമോൻ്റെ ഡിഗ്രി പഠിത്തത്തിനുള്ള പൈസയായിരിക്കാം, അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് ആർക്കെങ്കിലും ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ആയിരിക്കാം. ഇനി ഇതല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഹെൽപ്പായിട്ടൊരു എമൗണ്ട് അവർക്ക് കൈ കിട്ടുന്നത്. ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുമെങ്കിലും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു എമൗണ്ട് ഉണ്ട്. പണ്ടിത് പ്രതീക്ഷിക്കത്തേ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പണ്ട് ഇംഗ്ലീഷുകാർക്കിടയിൽ ഇങ്ങനെ അപ്പൻ്റെ അമ്മയുടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷ ഇവർക്കില്ല. അവരതിന് വേണ്ടി കെയർ ചെയ്യത്തുമില്ല. അവർക്ക് വേണ്ടി ഉള്ളതെല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കി അവരുടെ പാർട്ണറോട് കൂടി ഉണ്ടാക്കിയെടുക്കുക ഇവരുടെ രീതി. ഇന്നത് മാറിയിട്ട് ഇങ്ങനൊരു പ്രതീക്ഷയുടെ ഗ്രൗണ്ടുണ്ട്. ഇവർക്കൊരു ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇങ്ങനെ ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് വിചാരിക്കുന്ന പ്രതീക്ഷയുണ്ട്. അതാണ് ഈ സ്കാമർ എന്ന് പറഞ്ഞാൽ നിന്നിപ്പം കൊണ്ടുപോയത്. ഓട്ടോമാറ്റിക്കായിട്ടും ഇത് പ്രതീക്ഷിച്ച് അവർ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വ്യത്യാസപ്പെടും. പുറമേ കാണിക്കാൻ പറ്റത്തില്ലെങ്കിലും ആ ചർച്ച അല്ലെ ആ നിരാശ ഇവരുടെ മക്കൾ കാണുക. കുഞ്ഞു മക്കൾ വീട്ടിലിരിക്കുന്ന മക്കൾ കാണുവാണ്. വല്യപ്പനും വല്യമ്മയും കാണുന്നില്ലായിരിക്കും, മക്കൾ കാണുവാണ്. ഈ കുഞ്ഞു പിള്ളേർ ചിന്തിക്കുന്നത് കൊണ്ട് ബ്ലഡി ഇന്ത്യൻസ് ഇവർ കാരണമാണ് ഞങ്ങൾ ഈ അവസ്ഥയപ്പെടുന്നത്, ഞങ്ങളുടെ വീട് ടൈറ്റാകുന്നത്, ഞങ്ങളുടെ സാമ്പത്തികം ബുദ്ധിമുട്ടാകുന്നത്. ഇങ്ങനെ 100 കണക്കിന് ധാരണകളിൽ കൂടെ പോകുന്ന ഒരു പിള്ളേർ സെറ്റിൻ്റെ ലോകമുണ്ട്. അതും ഒരു റീസണാണ് ഇപ്പോഴത്തെ ഈ വലിയ തിരിച്ചടികളുടെ ഒരു ഗ്രൗണ്ടിൽ. പെരുന്നാളുകൾ, ഗാനമേളകൾ, ഈ സംഭവത്തിൽ കേസിട്ടില്ലേ? ഇന്നിപ്പോൾ ഇത് പെരുന്നാളും ഗാനമേളകളും ഓണാഘോഷവും മാത്രമായിട്ടല്ല നടത്തപ്പെടുന്നത്. ഇന്നിപ്പോൾ ഇതൊരു വലിയ ഷോയാണ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇത് പറഞ്ഞാണ്. നമ്മുടെ പെരുന്നാളുകൾ ഒരു ഇംഗ്ലീഷുകാരൻ്റെ കണ്ണിക്കൊണ്ട് കണ്ടു നോക്കി എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടും ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ ലൈനായിട്ട് പോകുന്നു. കുറേ ആൾക്കാർ ചെണ്ടയെ കൊട്ടി പുറകിലും മുമ്പിലുമായിട്ട് നടക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? അത് വിശുദ്ധൻ്റെ ഓർമ്മ ദിവസമാണ്. ഏത് വിശുദ്ധൻ? വിശുദ്ധ യൂനാൻ ദാസ. ഇവർക്ക് ആരാണെന്നൊരു പിടിയില്ല. സെൻറ്റ് ജോർജ് എന്നോ സെയിൻറ്റ് മേരി എന്നൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാവും. ബാക്കി ഈ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല. അവരോടത് ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവരെ ആ ഗ്രൂപ്പിലോട്ട് വിളിക്കുകയോ ഇൻവൈറ്റ് ചെയ്യുകയോ കൂട്ടുകയോ ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ച് എന്ത് ഇവിടെ നടക്കുന്ന ഒരു പിടിയില്ല. ഒരു കറുത്ത തുണി തലയിൽ കെട്ടിയൊരു പുള്ളിയുടെ പേരിലാണ് ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ എല്ലാവരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ ആരാണ്ട് ഇപ്പോൾ ചത്തവരുണ്ട്. ഞാൻ പറഞ്ഞ സത്യമാണേ. ഇതാണ് നമ്മുടെ ആഘോഷങ്ങളുടെ രീതി, മലയാളിയുടെ രീതിയാണിത്. ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുകയോ മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്ന പരിപാടികളല്ലിത്. 4 പേരെ കാണിക്കണം. അതിനുവേണ്ടി ഇറക്കുന്ന എല്ലാ പരിപാടികളുടെയും ബേസിക് ആയിട്ടുള്ള ആകത്തുക ഈ വന്നുകൂടിയ ആൾക്കാരെല്ലാം ഇങ്ങനെയൊക്കെ പറയാമോ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞ് മുത്തുക്കോടെ ചുറ്റും പിടിച്ച് നടക്കുന്നതല്ലാതെ അവർക്ക് വലിയ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അവരാരും സന്തോഷിപ്പിക്കത്തുമില്ല. ഇത് ഈ പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് അവരെ അറിയുന്ന ടൈപ്പിലുള്ള മതാചാരത്തിൻ്റെ ഭാഗത്തിനകത്തോ മതപ്രകടനങ്ങൾക്കകത്തോ അല്ലെങ്കിൽ സന്തോഷ പ്രകടനം, ഇത് ഇപ്പോൾ വൈകിട്ട് ഒരു പബ്ബിൽ പോകുന്നതോ അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പിൽ പോയിരിക്കുന്നോ അങ്ങനത്തെ ഒന്നിനകത്തും ഇപ്പോൾ ഈ കണ്ടുപിടിക്കുന്ന സാധനങ്ങളൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും ആ അത്ഭുതത്തോടെ കണ്ടിരിക്കുന്നു എന്തുവാണ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് പറ്റുന്നത്. ഇവരുടെ എണ്ണം ദിവസം കൂടുന്നു. ഇവർ ചെയ്യുന്ന ഇത്തരം ആചാരങ്ങളുടെ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെ റിച്വലുകളുടെ എണ്ണം കൂടി വരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഉണ്ടാകുന്നില്ല. വരുന്നവർക്ക് സന്തോഷമില്ല, ഞങ്ങളെ വിട്ട് വിളിക്കുന്നതിന് ഞങ്ങൾക്ക് സന്തോഷമില്ല. ഇനി ഇത് കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ പരിപാടിയാണ് തീറ്റ. ഇവിടുത്തെ ആൾക്കാരുടെ ഭൂരിഭാഗം പേർക്ക് വലിയ ഇഷ്ടമാണ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ ഫുഡ് അവർക്ക് വലിയ സന്തോഷമുള്ള സാധനമാണ്. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ വെച്ചപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ, കാരണം നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ, ഇത്രയും മണമുണ്ട് ഈ ഫുഡിന്. ഇവർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഫുഡ് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റിയെങ്കിലും കുറേയൊക്കെ സാധനങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ്. ഇനി വലിയ എരിവുള്ളതൊന്നും ഇല്ലെങ്കിൽ ഇവർ പറയും എരിവില്ലാത്ത ഇതൊരു കറി തരാമെന്നൊക്കെ ചോദിക്കുമായിരുന്നു പണ്ട്. ഇപ്പം ഭയങ്കര സൈലൻ്റാണ്. പിന്നെ ഇവർ വരാതായി. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല അവരോടൊന്നും സംസാരിക്കുന്നത്. 1-2 പേര് ഈ വെള്ളമടിച്ചിരിക്കുന്ന 1-2 അച്ചാമാർ പോയി വർത്താനം പറയും. അല്ലാതെ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ വരാതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണത്തിന് അങ്ങനെയല്ലോ. ഫുഡ് ഉണ്ടാക്കുന്ന മണം ഇങ്ങനെ നാടി വിറ്റുമ്പോൾ
പരതു പോവാം. ഇവർ രുചിയോടുകൂടി നാക്കി വെള്ളം ഊറി ഇവർ ഈ മണം അടിച്ചിരിപ്പുണ്ട്. ചിലർക്ക് കലിപ്പുണ്ട് ഈ മണത്തിനോട്, ചിലർക്ക് നല്ല താല്പര്യമുണ്ട് വരണമെന്നുള്ളത്. വിളിച്ചാലല്ലേ വരാൻ പറ്റൂ. ചുമ്മാ വന്ന് എനിക്ക് ചില ഫുഡ് തരാമെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവരുടെ സംസ്കാരം ഇവരുടെ രീതികളൊന്നും അനുവദിക്കുന്നില്ല. അതും ഒരു പ്രോബ്ലം തന്നെയല്ലേ? നമ്മൾ ഈ കാണിക്കുന്ന ശരിയായ നടപടിയാണ്. നമ്മുടെ കൺഫൈൻഡ് ആയിട്ടൊരു സ്പേസിനകത്ത് ഒരു ഹാളിനകത്ത് അടച്ചു വെച്ചിട്ട് കുറച്ച് ഫുഡ് വിളമ്പി കഴിച്ചിട്ട് പോകുന്ന പോലല്ല. ഇനി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ആഘോഷങ്ങളൊന്നും വേണ്ടേ, ഫുഡ് വേണ്ടേ, നമ്മുടെ മലയാള തനിമ എവിടെയെന്നും ചോദിക്കരുത്. ഇതൊക്കെ വേണം, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതെല്ലാം ചെയ്യേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. ചെയ്യേണ്ട രീതി പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതികളുടെ സ്റ്റൈലും ബോർഡറും ബാരിക്കേഡുകളൊക്കെ മാറിയിട്ട് വേറെ ഏതോ ഒരു ലെവലിൽ ചെന്നു. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി കൊടുത്ത് കൂട്ടുന്നേയില്ല. ഇവിടുത്തെ കമ്മ്യൂണിറ്റി എവിടെയോ ഒരിടത്ത് മാറി നിൽക്കുക. ഇത് ഇവരുടെ രാജ്യമാണ്, ഇവരുടെ ലാൻഡിൽ ഇവരുടെ രാജ്യത്ത് വന്നിട്ട് ബാരിക്കേഡ് വെച്ച് നിങ്ങൾ അവരെ ഇറക്കി നിർത്തിയിട്ടാണ് ഈ കഥകൾ മുടിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം അവരെ ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ബോധമെങ്കിലും വേണ്ടായിരുന്നു. വേണമായിരുന്നു എന്ന് ഞാൻ പറയും. എൻ്റെ ബോധ്യമാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഇവർ എന്നോട് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു ബോധ്യത്തിന് പറഞ്ഞതാണ്. പിന്നെ വേറൊരു കോമഡി അടുത്തൊരു പോയിട്ട് വന്നേ. ഈ മതം എന്ന് പറഞ്ഞ ഭാരക്കെട്ട് ഇവർ കളഞ്ഞിട്ട് കാലങ്ങളായി. 2010 ഞാൻ വരുമ്പോൾ ഞങ്ങളുടെ 2 സൈഡിലുള്ള പള്ളികൾ രണ്ടും അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ആകെ ഒരു ആംഗ്ലിക്കൻ ചർച്ച് ഒരു വില്ലേജിനകത്തുണ്ടായിരുന്നു, കത്തോലിക്ക ചർച്ച ഉണ്ടായിരുന്നു. ഈ 2 ചർച്ചിനകത്ത് ആൾ വരുന്നുണ്ട് കേട്ടോ. വരുന്നവൻ അടുത്ത് എന്തായാലും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ പള്ളി നിറഞ്ഞങ്ങനെ ആളൊന്നും കാണത്തില്ല. പക്ഷേ പള്ളിയിൽ ആളുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ പല പല കമ്മ്യൂണിറ്റികൾ കയറി വന്നു. ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കത്തോലിക്ക വിശ്വാസക്കാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസക്കാർ ഇതിനോട് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പള്ളിക്കകത്ത് ഇടവക്കാരുടെ എണ്ണം കൂടിപ്പോയി. പിന്നെ എല്ലാവരും ഒറ്റയ്ക്ക് പള്ളികളുണ്ടാക്കി. അന്നേരവും ഇവർക്ക് മനസ്സിലായി അവരവിടെ ആരെയും വിളിച്ചിട്ട് ദേ കർത്താവ് പള്ളിയിരിക്കുന്നു, ഓടിവാ, അല്ലെങ്കിൽ ഞങ്ങളുടെ പെരുന്നാളാണ്, നിങ്ങളെല്ലാവരും കയറി പള്ളിക്കകത്ത് കയറി ഞങ്ങളുടെ ചെണ്ടമേളം കണ്ടോ എന്നാണ് ഇവർ കാണിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ച് അവരുടെ റിച്വലുകളെല്ലാം പള്ളിക്കകത്ത് അടഞ്ഞ സ്പേസിൽ മാത്രം. ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ വെളിയിലോട്ട് സൗണ്ട് പോലും വരത്തില്ല. അങ്ങനെയാണ് ഭൂരിഭാഗം പള്ളികളും ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഗ്രൗണ്ടിൽ നിന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അവനവൻ്റെ മതവിശ്വാസം അവനവൻ്റെ അകത്തിരുന്ന് അണ്ടർവെയറായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവിടുത്തത്. അവരുടെ മുമ്പിൽ വന്നിട്ടാണ് നിങ്ങൾ ഞാൻ ഇന്ന മുസ്ലിം, ഞാൻ ഇന്ന ടൈപ്പുള്ള കത്തോലിക്കൻ, ഇന്ന ടൈപ്പിലുള്ള തീരദേശം മറ്റേത് മറിച്ചത്, ഇങ്ങനെ 100 കണക്കിന് ക്ലാസിഫിക്കേഷനുമായിട്ട് 100 ടൈപ്പുള്ള ആചാരങ്ങളുമായിട്ട് 100 ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഓരോ തവണയും കൂടുതൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൈസ ഇറക്കണം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന പരിപാടിയായിട്ട് നിങ്ങൾ മതത്തെ ഇവിടെ കാഴ്ചവെച്ച്. നമ്മുടെ നാട്ടിൽ കള്ള് വെക്കുന്നതാണ് ഇവിടുത്തെ പള്ളി. ഒരു പള്ളി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ ഏരിയയിലുള്ള വീട്ടുകാർക്കൊന്നും ഇതിന് പാർക്കിംഗ് ഇല്ല. ശരിയും ചേർന്ന് പാർക്കിംഗ് എന്ന സാധനം ആലോചിക്കാൻ കൂടി പറ്റില്ല. കാരണം ഇവിടെ വരുന്ന പള്ളിക്കകത്ത് ആ ഒരു 10-20 കാറിന് പാർക്കിംഗ് ആണ്. ബാക്കി പിന്നെ റോഡാന്തരമുള്ള പാർക്കിംഗ് മുഴുവൻ ഈ കയറുന്ന ആൾക്കാർ മൊത്തം അങ്ങ് എടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യും, കലിപ്പാവും, പ്രശ്നങ്ങളാവും. പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇത്രയും ഒരു കമ്മ്യൂണിറ്റി അവിടെ ഓൾറെഡി ഒരു പള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ. അല്ലാതെ ക്ലെൻലിനെസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ കംപ്ലയിൻറ്റുകളായി. ഞങ്ങളുടെ വീടിന് മുമ്പിൽ കാറ് പാർക്ക് ചെയ്യുന്ന മുതൽ ഞങ്ങളുടെ വീടിന് മുമ്പിൽ തുപ്പരുന്ന് വരെ എഴുതി വെക്കുന്നൊരു ഗതികേടി വന്നു. അപ്പോൾ ഓർക്കണം, നമ്മുടെ ഗ്രൗണ്ട് പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങളെന്ന് ഓർക്കണം. മതത്തിന് അലങ്കാരം പോയിട്ട് ദൂർത്തായിട്ട് കണ്ടുകൊണ്ടിരുന്ന പുതിയ തലമുറയായിരുന്നു ഇംഗ്ലീഷുകാർ. അവരുടെ മുമ്പ് നിങ്ങൾ ഒഴുക്കി കളഞ്ഞ പാണ്ടത്തെ വീണ്ടും വിടർത്തി വെക്കുക. കാച്ചി മീനെണ്ണ, മയിലെണ്ണ, മറ്റേതേ മറിച്ചതേ, ഓടി വാ. മുട്ടുവേദന മുതൽ തലവേദന മുതൽ ക്യാൻസർ വരെ ഞങ്ങൾ മാറ്റിത്തരും ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ്. അവർ കളഞ്ഞ സാധനമാണ് നോക്കണം. നോ കമൻറ്റ്സ്. പക്ഷേ നിങ്ങളാണ് അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യരുതെന്നോ നിങ്ങൾ ആചരിക്കരുതെന്നോ അല്ല പറയുന്നത്. പക്ഷേ അത് ചെയ്യേണ്ടിയിരുന്നൊരു വിധം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ആ റേഞ്ചും ആ ലിമിറ്റും കഴിഞ്ഞാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ആചാര രീതികൾ വന്ന് കയറിയവരൊക്കെ ഫ്രണ്ട്ലി ആകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ കുഴപ്പമാണ്, ഫ്രണ്ട്ലി ആയി ഇച്ചിരി ഒരു ഇടപെടൽ, ഒരു ഫ്രണ്ട്ലിനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ദൈവവിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കിട്ടിയ അത്ഭുതങ്ങളെക്കുറിച്ചും തേങ്ങ മാങ്ങാന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും. അല്ല ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ നമ്മളെ കാണുന്നത് ഇവർ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതെന്നും നമുക്ക് ലോകം മൊത്തം പോകാൻ കഴിഞ്ഞതെന്നാണ് ഇവരുടെ ഭൂരിഭാഗം പേരുടെ വിചാരം. എന്തുകൊണ്ടെന്നറിയോ? ഒന്നുകിൽ ഇവരുടെ വല്യപ്പൻ അല്ലെങ്കിൽ വല്യപ്പൻ്റെ അപ്പൻ ആരെങ്കിലും കാണും ഇന്ത്യയിൽ വർക്ക് ചെയ്തോ, അഫ്ഗാനി വർക്ക് ചെയ്തോ, ഇറാനി വർക്ക് ചെയ്തോ ഒക്കെ കാണും. കാരണം ഇവർ ലോകം മൊത്തം മിലിറ്ററി ആയിട്ടാണെന്നൊരു കാലമുണ്ട്. അന്ന് ഇവർക്ക് ഇങ്ങനത്തെ കുറേയേറെ കണക്ഷൻസ് ഉണ്ട്. ഇവർക്ക് പല രാജ്യങ്ങളെക്കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായവും അവരുടെ ഉൾക്കാഴ്ചകളും വളരെ ശുഷ്കിച്ചതും ചെറുതുമാണെങ്കിലും അവർക്ക് ഇങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട്. അവരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പം ഞങ്ങളുടെ വല്യപ്പം പോയിട്ട് അന്ന് കാട്ടുമൃഗങ്ങളോട് പടവെട്ടിയ കഥയൊക്കെ ഇവർ പറയും. വെള്ളം മുക്കുമ്പം ആ വെള്ളം മുക്കുന്ന കഥ കൂടെ നമ്മൾ കേൾക്കണം. ഈ കാട്ടുമൃഗങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഒരു തുരുത്തായിട്ടുള്ളൊരു ചെറിയ ടൗണിൽ നിന്നാണ് നീ വന്നിരിക്കുന്നത് എന്നുള്ള വാചകത്തിലാണ് ആ അർത്ഥം, ആ ധ്വനി കിടക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാൻ പോകാറില്ല. പിന്നെ മലയാളിയുടെ സോഷ്യൽ മീഡിയ, കാരണം റീലുകൾ ചെയ്യാൻ വേണ്ടി മാത്രം സ്റ്റുഡൻറ്റ് വിസ വന്ന ആൾക്കാരുണ്ട് ഇവിടെ. ലണ്ടനകത്ത് പോയി റീൽ ചെയ്യണം, ജീവിതാഭിലാഷമായിരുന്നു. കുറേ റീൽ ചെയ്തു, കുറേ ആൾക്കാരെ കിട്ടി, കുറേ ഫോളോവേഴ്സിനെ കിട്ടി. ഈ ഫോളോവേഴ്സിനെ കലത്തിലിട്ട് നിങ്ങൾക്ക് പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ല. അല്ലെ കുറേ ലൈക്കും കുറേ കമൻറ്റും ഇട്ടിട്ട് കലക്കിയിട്ട് കുറച്ച് കായം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആഹരിക്കാൻ പറ്റത്തില്ല, വിശപ്പ് മാറത്തില്ല. അത് മനസ്സിലായി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും.
ഇത് ഇപ്പം പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പലരുടെയും ആദ്യത്തെ വലിയ ബഹളം ലണ്ടൻ ഇംഗ്ലണ്ട് എന്നുള്ള ആ തള്ളലും ഈ മന്ത്രണവും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഇതിങ്ങനെ ഈ സോഷ്യൽ മീഡിയയുടെ ഷോ ഓഫ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നൊരു ഗ്രൗണ്ട് മലയാളിക്കുണ്ടായിരുന്നു. ഈ ഷോ എന്ന് പറഞ്ഞ സാധനം ഇവരാണ് കണ്ടുപിടിച്ചത്. ഷോ കാണിക്കാനുള്ള ഒരു സ്ഥലവും കളയത്തില്ല. അവനുണ്ട് തൊല്ലിയുടെ മിനുക്കം മുതൽ, പിന്നെ ഞാൻ പറയുന്നില്ല പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്ത് കാണിച്ചിട്ടും ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, ആൾക്കാരുടെ മുമ്പിൽ കൈയടി വാങ്ങിക്കുക. ഞാൻ സുന്ദരി, എൻ്റെ മുഴുപ്പുകൾ എൻ്റെ കൊഴുപ്പുകൾ എന്നെ കാണും, എൻ്റെ കാറ് കാണും, എൻ്റെ വീട് കാണും, എൻ്റെ ബോണ്ടാപ്പച്ചന് കെട്ടിയവനെ കാണും, ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇത് ഏറ്റവും കൂടുതൽ ദൂഷ്യം ചെയ്തത് നമ്മുടെ തന്നെ തലമുറയ്ക്കാണ്. ഈ പുതിയ തലമുറക്കാരുടെ കൊണ്ട് നമ്മുടെ തലമുറയ്ക്കാണ് തൊട്ട് മുമ്പത്തത്. കാരണം നമ്മുടെ തലമുറയെ ആൾക്കാർ കാണുന്ന മൊത്തം എച്ചികൾ എന്നാണ്. എച്ചികൾ, അതായത് അവനവൻ്റെ ഷോ കാണിക്കാൻ വേണ്ടി എന്ത് കൂറത്തരം എച്ചികൾ. ഏറ്റവും അവസാനമായിട്ട് പറയട്ടെ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരുന്നൊരു സംഭവമാണ് ഈ DJ പാർട്ടികൾ. ഹണി റോസിനെ കൊണ്ടിരുന്നു, പിന്നെ റിമിറ്റോമിയെ കൊണ്ടിരുന്നു, മറ്റവരെ കൊണ്ടുവന്ന് മറിച്ചവരെ കൊണ്ടുവന്ന്, അതായത് മുഴുപ്പുള്ള ഏതെങ്കിലും ഒരിടത്തിനെ കൊണ്ടുവന്നിട്ട് കുറേ ഷോ കാണിച്ചിട്ട് ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളുടെ പ്രാതിനിധ്യം. അയർലൻഡിലെ കോർട്ടിൽ ഞങ്ങൾ ഇന്ന പരിപാടി വെച്ചു, പിന്നെ UK ലെസ്റ്ററിൽ ഞങ്ങൾ ഇന്ന പരിപാടി വെച്ചു. ലെസ്റ്ററൊക്കെ ഇപ്പോൾ സ്ഥിരം കളവായി മാറി. ഞാൻ ഈ കാണിച്ചു കൂട്ടിയ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു. പോളണ്ടുണ്ട്, അയർലൻഡുണ്ട്, മറ്റുള്ള രാജ്യങ്ങൾ, റൊമേനിയ മുതലുള്ള എല്ലാ രാജ്യങ്ങൾക്കകത്ത് ഇതേ വർത്തമാനങ്ങൾ പല ബ്ലോഗുകൾക്കകത്തും പലരും പറയുന്നുണ്ട്. ജർമ്മനിയൊക്കെ ഇപ്പോൾ ഭയങ്കര രൂക്ഷമായിട്ട് ഇത് കേട്ടു തുടങ്ങി. അതായത് ഒഫീഷ്യൽ കാര്യങ്ങൾ പോലും കളർ വെച്ചും ദേശം എവിടുന്നാന്ന് നോക്കിയിട്ട് അത് ഒഴിവാക്കി വിടുക, വെച്ച് താമസിപ്പിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പല ബ്ലോഗുകാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ഒക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെയും കൂടെ ബാധ്യതയാണ്. സിവിക് സെൻസിൻ്റെ മാത്രം കുഴപ്പമല്ലിത്. ഇത് ഈ ഓവർ കമ്മ്യൂണിറ്റി ബോധത്തിനോടൊരു കുഴപ്പമാണ്. ഞാനെന്നുള്ള ഭാവം മാറിയിട്ട് ഞങ്ങളെ പൊക്കി പിടിക്കാനുള്ള ശ്രമം അത്ര നല്ലതല്ല. ആവാം, പണ്ട് ഞാനിത് ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിൻ്റെ 4 പേര് കൂട്ടം കൊടുക്കുന്നു, നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന്. എൻ്റെ പൊന്നടവോ, എനിക്ക് സംഘടനാ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ടോ, നിങ്ങൾ SFIയുടെ കൊടി പിടിക്കുവോ, DYFIയുടെ സംഘടന സ്ഥാപിക്കുകയോ എന്ത് വേണം ചെയ്യും. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരം കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ഇതൊന്നും അറിയാത്ത, ഇതിലൊന്നും പങ്കെടുക്കാത്ത വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവർ കാണും, പുതുതായിട്ട് വന്നവർ കാണും. അവർ ഈ നാട്ടിലെ നശിച്ച പ്രവർത്തനവും ഈ നാട്ടിലെ അങ്ങോട്ട് മറ്റവൻ്റെ ഷൂവിനകത്ത് മൂക്കിനകത്ത് കയറിയിരുന്ന ഈ കൈയിടുന്ന പരിപാടി കാരണം മടുത്തിട്ട് വന്നവരുണ്ട്. അവരോട് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പറയുന്നു. ഇത്രയൊക്കെ കേട്ടില്ലേ, ഞാൻ 2 എപ്പിസോഡായിട്ടാണ് ഇത്രയും ചെയ്തത്. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെ ഇവിടെ ഇനി ഉണ്ടായേക്കാം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിനാരെങ്കിലും മുന്നോട്ട് വന്നേ പറ്റൂ. അതായത് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള നമ്മുടെ ഇവിടെ MPs ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പോലും ഒന്നും മിണ്ടുന്നില്ല. അവർ പോലും ഒരിടത്ത് പാർലമെൻറ്റിൽ പെടുത്താൻ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പെറ്റീഷൻസൊക്കെ വളരെ ഒരുമാതിരി കോമഡി സൈഡിലുള്ള കുറച്ച് പെറ്റീഷൻസ് മാത്രമേ ഇവിടെ ഓടുന്നുള്ളൂ, ഓൺലൈൻ പെറ്റീഷൻസൊക്കെ. ആരെങ്കിലും മുന്നോട്ട് വന്നേ പറ്റൂ. ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ നമ്മളെ കണ്ടറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി അവർ സ്റ്റാൻഡ് ചെയ്തേ പറ്റൂ. മുസ്ലിമിനെ പുറത്താക്കാൻ പാടുപെടുന്നവന്മാർ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെയും പുറത്താക്കാൻ ചാൻസ് കൂടുതലാണ്. അത് ഇന്ത്യയിൽ നടക്കുന്ന BJPയുടെ പ്രവർത്തനം പോലത്തെ കഥയല്ല ഈ പറയുന്നത്. ഇത് ഇവരുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ അടുത്ത തലമുറ രക്ഷിക്കാൻ വേണ്ടി സായിപ്പ് കരയത് കാണുക. ഒരു വീഡിയോ ആയത്, അയാളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് അയാളുടെ കരച്ചിലാണ് പറഞ്ഞത്. എൻ്റെ ഗ്രാൻഡ് കിഡ്സിനെ ഓർത്ത് എനിക്ക് പേടിയുണ്ടെന്ന് എന്ന് പറഞ്ഞ് അയാൾ കരയുന്ന വീഡിയോ കാണുന്നത്. ഈ വേറൊരുത്തൻ റോബിൻ എന്ന് പറഞ്ഞൊരു ബാക്ക് പേപ്പറുണ്ട്, ഈ സ്കോട്ട്ലൻഡിലൊരു വലിയ സംഗീതോപകരണമാണ്. അവൻ അവിടുത്തെ ബാക്ക് പേപ്പർ ബാൻഡിലുണ്ടായിരുന്ന. അപ്പോൾ ഇവൻ ഇതുപോലെ തന്നെ ഇവൻ്റെ കൾച്ചർ ലോകം മുഴുവൻ അറിയിക്കണം എന്ന് പറഞ്ഞ് അറിയിച്ച് പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് അവിടെ എല്ലാം TikTok വീഡിയോ എടുത്തിട്ട് ധനവേ പരിപാടി. ഇന്ത്യയിൽ വന്ന് ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം കണ്ടിട്ട്. ഇന്ത്യയിൽ വന്ന് പലയിടത്തായിട്ട് ഇവൻ ഈ ബാക്ക് പേപ്പർ പ്ലേ ചെയ്യുന്ന വീഡിയോ പലയിടത്ത്, ട്രെയിനിനകത്ത്, ഓട്ടോയ്ക്കകത്ത്, പബ്ലിക് മീഡിയക്കകത്ത്, അല്ലെങ്കിൽ അവൻ ചേരി പ്രദേശത്ത് ഇങ്ങനെയൊക്കെ പ്ലേ ചെയ്യുന്ന വീഡിയോസ് വന്നുകൊണ്ടിരുന്നു. തുടക്കത്തിൽ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇവിടെയുള്ള ആൾക്കാർ അവനെതിരെ തിരിഞ്ഞു. പോളിറ്റീഷ്യന്മാർ പറയുന്നത് ഞങ്ങളുടെ കൾച്ചറിനെ അവൻ അപമാനിക്കുകയാണെന്ന് പറഞ്ഞത്. ഞങ്ങൾ അത്രയും ഹെറിറ്റേജ് ആയിട്ട് കൊണ്ടുവന്ന വസ്തുവിനെ അവൻ പലയിടത്ത് കൊണ്ട് അനാവശ്യമായിട്ട് പ്രദർശിപ്പിച്ച് അവൻ അപമാനിച്ചു. അവർക്കത് ഒട്ടും താല്പര്യമുള്ള വസ്തുവല്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ടും ഇവനെ ഇപ്പം അവൻ ആ വർക്ക് ചെയ്യുന്ന ബാൻഡിൽ നിന്ന് അവനെ പുറത്താക്കി തന്നെ ഞാൻ കേൾക്കുന്നത്. എൻ്റെ 2 വീഡിയോസ് ഞാൻ കാണിക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സ്വന്തം കൾച്ചറിനെ പോലും ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൾച്ചറിനെ ഇൻക്ലൂസീവ് ആക്കാൻ കുറച്ചൊക്കെ ശ്രമിക്കും, കുറച്ചൊക്കെ. അല്ലാതെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന എന്തും ഒരു തൊണ്ടോടെ വിഴുങ്ങില്ല. എന്നെങ്കിലും ഒരിക്കലും തിരിച്ചടി ഉണ്ടാവും. ആ തിരിച്ചടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷേ ആ തിരിച്ചടിക്കുമ്പം ഒന്നും ചെയ്തില്ല, ഞാനൊരു 20 വർഷമായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 20 വർഷം ഉള്ളിട്ട് കിട്ടും, 2 വർഷമായിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. നിങ്ങൾ ബാക്കി നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ഇടുക. എല്ലാവർക്കും കാണും കുറേയൊക്കെ അനുഭവങ്ങളും കുറേ വ്യൂ പോയിൻറ്റ്സും. നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് സംസാരിക്കാം. താങ്ക് യു.